ഹായ്, ഞാൻ രാജി. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു സീറോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർക്കിഡ് സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ പ്ലാന്റ്സുകളെല്ലാം ഞാൻ ലക്ഷ്യമായിട്ട് അവിടെ എവിടെയൊക്കെ വെച്ചേക്കുമായിരുന്നു. എന്നാലിപ്പോൾ ഇതുപോലെ നമ്മളെ വീട്ടിലുള്ള മരത്തിൻ്റെ പീസുകൾ ഉപയോഗിച്ച് ഇതുപോലെ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ 10-15,000 രൂപ റേറ്റ് ആവും ഒരു 2-3 തട്ടിലുള്ളതൊക്കെ വാങ്ങണമെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു 1-2 വർഷമൊക്കെ എന്തായാലും ഇത് നിലനിൽക്കും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും സെറ്റ് ചെയ്തൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്കിതുപോലെ അടുക്കി വയ്ക്കാനും പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നിൽ തന്നെ ഒരു 10-12 പ്ലാന്റ്സുകളൊക്കെ നമുക്ക് വയ്ക്കാനും പറ്റും. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അടിയിൽ താബൂക്ക് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെയുള്ള മരത്തിൻ്റെ പീസുകൾ വെച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരേ ലെവലിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ മിക്കതിലും ഫ്ലവറായിട്ടുണ്ട്, അതുപോലെ മൊട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടും ഡെൻഡ്രോബിയം, മൊക്കാറ പ്ലാന്റ്സുകളാണ് കൂടുതലായിട്ട് എൻ്റെ കയ്യിലുള്ളത്. അതായത് ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അതിലും മൊട്ടുകളും ഫ്ലവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ചെറിയ ഗാർഡനിങ് ഐഡിയാസൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓർക്കിഡിന് നമ്മൾ പുറത്തുനിന്ന് നല്ല റേറ്റ് കൊടുത്ത് സ്റ്റാൻഡുകളൊന്നും വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഐഡിയാസൊക്കെ നമ്മുടെ ഗാർഡനുകളിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാൻഡുകളിൽ ഒരുപാട് സീഡ്ലിങ്സ് വയ്ക്കാം. ഇതിപ്പോൾ ഞാനൊരു 10-15 സീഡ്ലിങ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ഏകദേശം 2-2.5 മാസം മുന്നേ സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇതിനകത്ത് സീഡ്ലിങ്സുകൾ വാങ്ങിയ സമയത്ത് അത് വയ്ക്കാനായിട്ട് സെറ്റ് ചെയ്തതാണ്. അതിലൊക്കെ ഇപ്പം ബഡ്ഡുകളും പൂവുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീഡ്ലിങ്സുകളൊക്കെ നമുക്ക് ഒരുപാട് വയ്ക്കാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ ഒരു 10-15ഓളം സീഡ്ലിങ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാരിക്കൂട്ടി അവിടെ എവിടെയൊക്കെ വെക്കുന്നതിനേക്കാളും ഇതുപോലെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടുകയും ചെയ്യും നമ്മുടെ ഓർക്കിഡുകൾക്ക്. അതുപോലെ സ്ഥലം ലാഭിക്കാനും പറ്റും. ഇതുപോലുള്ള തടികളിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോഴും നമുക്ക് നല്ല പോലെ സ്ഥലം ലാഭിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്രീൻ നെറ്റിൻ്റെ ചുവടുകളിൽ ഈ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ മോർണിംഗ് സൺലൈറ്റ് മാത്രമേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഗ്രീൻ നെറ്റൊന്നും അടിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഓർക്കിഡിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് ഇത്. നമ്മുടെ തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം 2 ദിവസം നന്നായിട്ട് പുളിപ്പിച്ച ശേഷം അതിൽ 4 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരുകയും റൂട്ടുകളൊക്കെ വരികയും പുതിയ ബഡ്ഡുകളും ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണിത്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം. എങ്കിലേ നല്ല കരുത്തോടെ ഓർക്കിഡ് പ്ലാന്റ്സുകൾ വളരുകയും എപ്പോഴും ബഡ്ഡുകളും പൂക്കളും ഒക്കെ നമുക്ക് തരികയും ചെയ്യുകയുള്ളൂ. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ മാത്രം കൊടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും പ്ലാന്റുകൾ. ഇപ്പോൾ ക്യാഷ് മുടക്കി നമ്മൾ പ്ലാന്റ് സ്റ്റാൻഡുകൾ വാങ്ങി വെക്കണമെന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ ഇതുപോലുള്ള ഐഡിയാസൊക്കെ നമ്മുടെ ഗാർഡനിലും കൊണ്ടുവന്നാൽ മാത്രം മതി. നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഗാർഡനും ഇതുപോലെ മനോഹരമാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.